പൂർണ്ണമായി ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു സ്നേഹ ഉപകാരം തരികയാണ്. കാരണം ഈ നാട്ടിൽ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഫോട്ടോ ആയിട്ട് എടുക്കാം. നമ്മൾ 10 മണിക്ക് പ്രോഗ്രാം വരികയാണെങ്കിൽ അദ്ദേഹം 9:30 ഇവിടെ സന്നിഹിതനായിരുന്നു. ഇന്നത്തെ കാര്യം നോക്കുക, ഈ കനത്ത മഴ, പ്രതികൂല കാലാവസ്ഥ, അതേസമയം പ്രദേശവാസിയല്ല, വളരെ അകലെ താമസിക്കുന്ന ആളാണ്. എങ്കിൽ പോലും അദ്ദേഹം മഴ നനഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും സപ്പോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്ന മാർഗത്തിൽ തന്നെ ഓടിയെത്തുന്ന വേണ്ട സഹായ സഹകരണം ചെയ്യുന്ന വരെയുള്ള ക്ലാസ്സായിട്ട് ഇവിടേക്ക് രീതിയിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഉള്ള വിദ്യതി, അതേപോലെ തന്നെ സ്കൂളിൻ്റെ SSLC ആദ്യത്തെ SSLC ജനപ്രതിനിധികളുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, അതേപോലെ തന്നെ ജനാധിപതികളുടെ പ്രതിനിധികളുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. ഇതിൻ്റെ തുടക്കം മുതൽ നമ്മളോട് ചേർന്ന് ഈ സ്കൂളിന് വേണ്ട, അല്ലെങ്കിൽ ഞാനിവിടെ വന്നപ്പം തൊട്ട് എനിക്ക് സപ്പോർട്ട് തന്ന ഏക തുടക്കം എന്ന് പറയുന്ന വിശ്വഭാരതി ഗ്രന്ഥശാലയുടെ ലൈബ്രറി, അതിന് പ്രതിനിധികളും ഇവിടെ വന്നിട്ടുണ്ട്. എക്സർവീസ്മാൻ ഉണ്ട്. അതേപോലെ തന്നെ തണൽ കൂട്ടായ്മ നമ്മളോട് വളരെയധികം ചേർന്ന് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന തണൽ കൂട്ടായ്മയുണ്ട്. ഒപ്പം തന്നെ പുതിയ സാംസ്കാരിക സംഘടനകൾ, മണിസാറിന്റെ സംഘടന പേരുന്ന സാറേ നവഭാവന, ഇപ്പൊ ഇന്നും പുതിയതായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരുണ്ട്. അതേപോലെ മക്കളുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മുടെ മണി എത്തിയത്. ഇവിടെ ഗംബൂട്ടും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ആയിട്ടാണ് എത്തിയത്. എല്ലാ സ്കൂളിലെ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത്. വിനോദുണ്ട്, നമ്മുടെ തണലിൻ്റെ പ്രസിഡന്റ് സോമരാജനുണ്ട്, അതേപോലെ നമ്മുടെ മണിയെ ഇവിടെ നോക്കിയേ, നവഭാവനയുടെ മണിയുണ്ട്, അതേപോലെ നമ്മുടെ സജി മെമ്പറുണ്ട്, നവഭാവനയുടെ പ്രസിഡന്റ് രാജനുണ്ട്, അതേപോലെ തന്നെ സ്കൂളിൻ്റെ ഹെഡ് മിസ്സസ് അനു ടീച്ചറുണ്ട്. നമ്മുടെ ആല വിപണി ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളുള്ള ഒരാളും തണലിൻ്റെ പ്രവർത്തനവുമായിട്ടുള്ള വിനോദും ഉണ്ട്. ഇഷ്ടത്തിന് ബ്രഷ് കട്ടർ വർക്കുകളൊക്കെ ലഭിക്കുന്നുണ്ട്. രാജീവുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വിശ്വാസ് സാറുണ്ട്, അതേപോലെ ഓമനക്കുട്ടനുണ്ട്, തണലിൻ്റെയാണ് ഓമനക്കുട്ടൻ. നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് സുമതി ചേച്ചിയുണ്ട്, നമ്മുടെ തൊഴിലുറപ്പിൽ നിന്ന് അമ്മിണി ചേച്ചിയുണ്ട്, നമ്മുടെ സരോനി ചേച്ചിയുണ്ട്, ഓമന ചേച്ചിയുണ്ട്, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് സരസ്വതി ചേച്ചിയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ രണ്ടാം വാർഡ് മെമ്പറായിട്ടുള്ള വിജയലക്ഷ്മി ഉണ്ട്, മാഡമുണ്ട്, നമ്മുടെ വിശ്വഭാരതിയുടെ ബിന്ദു മാഡം എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരെ ഒരു ഫാന് വൃത്തിയാക്കിയിരിക്കുന്നു. ഇതൊക്കെ നല്ല മാതൃകകളാണ്. തീർച്ചയായിട്ടും അവർ അടുത്ത ഫാൻ വൃത്തിയാക്കാനായിട്ട് ടേബിളിന് മുകളിൽ ചെയറൊക്കെ ഇട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പേരെങ്ങനെ ഓരോരുത്തരുടെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് അഭിഷേക്, ശിവ, അമല്, കാർത്തിക്. ഇവിടെ ക്ലീനിങ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ രാജേഷ് നേരത്തെ തന്നെ നമ്മുടെ സ്കൂളിലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശ്രീ രാജേഷ് പങ്കാളിയായിരുന്നു. അതേപോലെ നമ്മുടെ രാജീവ് സാറുണ്ട്. രാജീവ് സാർ നേരത്തെയുള്ള PTA പ്രസിഡൻ്റൊക്കെയാണ്, പഴയ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതേപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിട്ടുള്ള അനീഷ ബിജു മാഡം എത്തിയിട്ടുണ്ട്. അമ്പിളിയുണ്ട്, ലതയുണ്ട്, നമ്മുടെ പ്രസാദുണ്ട്, സന്തോഷുണ്ട്, ലക്ഷ്മിയുണ്ട്, ജേക്കബ് കുര്യൻ സാർ എത്തിയിട്ടുണ്ട്,
പഴയ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. എക്സ് സർവീസിൻ്റെയും അതേപോലെ വിപണിയുടെയും സജീവ പ്രവർത്തകനായിട്ടുള്ള ഗോപിച്ചേട്ടൻ ഉണ്ട്. ക്ലാസ്മേറ്റ് കൂടിയായിട്ടുള്ള ഹരിയുണ്ട്. ഹരി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? ശശിധരക്കുറുപ്പ്. എക്സ് സർവീസ് ആണല്ലേ? എക്സ് സർവീസ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ശശിധരക്കുറുപ്പ് ചേട്ടനുണ്ട്. വിനോദ് അതുവഴി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എക്സ് സർവീസിൻ്റെ പേരെന്ന് പറഞ്ഞ ആർ കെ പിള്ള സാറുണ്ട് എന്ന് പറഞ്ഞേരെ. ആല യൂണിറ്റിൻ്റെ രാധാകൃഷ്ണൻ ചേട്ടനുണ്ട്. സ്കൂളിൻ്റെ മുകൾ ഭാഗത്തെ ക്ലീനിങ്ങും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണിത്. നമ്മുടെ സാലിയുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി. എല്ലാവരും പേരെന്ന് പറഞ്ഞേ. ഇവിടെ നല്ല രീതിയിൽ തന്നെ ക്ലീനിങ് ഒക്കെ പുരോഗമിക്കുന്നു. ഗ്രൗണ്ടിൽ കൂടി മണിയും രാജനും ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിനോദ് സ്കൂളിൻ്റെ ശല്യമായിട്ടുള്ള നിൽക്കുന്ന രീതിയിലുള്ള ശിഖരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തൊഴിലുറപ്പിൻ്റെ പേരെന്ന് പറഞ്ഞത് ലക്ഷ്മിക്കുട്ടി കെ. ഇവിടെയും ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പേരെങ്ങനെ? വത്സല. ഇനി നമ്മുടെ തങ്കമ്മ ചേച്ചിയുണ്ട് അല്ലേ? ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല. എങ്ങനെയായിരുന്നു പേര്? രമണി ടി കെ. നമ്മുടെ എക്സ് സർവീസിൻ്റെ രാഘവക്കുറുപ്പ് ചേട്ടനുണ്ട്. ആല യൂണിറ്റ് പ്രസിഡൻ്റാണ് അല്ലേ? നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രശ്മി മാഡമുണ്ട്. പേരെങ്ങനെയായിരുന്നു? വിൻസി പൊടിയൻ. ടീച്ചറാണോ അടുത്ത്? അല്ലേ? പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഓക്കെ. വിനോദ് ക്യാമറയ്ക്കകത്ത് വരത്തില്ലെന്ന് പറഞ്ഞാൽ പിടിച്ചു. നമ്മുടെ ആല പഞ്ചായത്ത് 1-ാം വാർഡിലെ ആശാ വർക്കറായിട്ടുള്ള രശ്മി മാഡം അല്ലേ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കിവിടെ ഒരു റംബുട്ടാൻ്റെ കുറേ തൈകളൂടെ കൊണ്ട് തന്നിരിക്കുകയാണ്. 2-ാം വാർഡിൻ്റെ ആശാ വർക്കറാണ്. പേരെങ്ങനെ? സുനിത. 12-ാം വാർഡിൻ്റെ ആശാ വർക്കർ. പേരെങ്ങനെ? രേവതി. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എത്തുകയാണ്. പേരെങ്ങനെ? ലീല അല്ലേ? ഓക്കെ, ലീല മാഡം. അജി മെമ്പർ മഴക്കോട്ടൊക്കെ ഇട്ട് തണൽ കൂട്ടായ്മയുടെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ സോമരാജൻ സഹോദരനുമായിട്ട് ചേർന്ന് ഈ ഭാഗത്തൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വിശ്വാസ് സാറ് ഇവിടെ ഭാഗം മുഴുവൻ ചെത്തി വൃത്തിയാക്കിയിരിക്കുകയാണ്. സമൂഹത്തിന് മാതൃകയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇത് ലോകം മുഴുവൻ ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം ഈ ലോകം മുഴുവൻ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. മണി സാറേ ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ മണി ഇതാ എത്തിയിട്ടുണ്ട്. മഴ നനഞ്ഞ് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുക. ഇതൊക്കെ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ തൊഴിലുറപ്പുകാരും തണലുകാരും എല്ലാവരും നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സജി മെമ്പറും ഇവിടെ ഇവരോടൊപ്പം നിന്ന് വർക്കുകൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ വിനോദ് എത്തിയിട്ടുണ്ട്. നവഭാവന എന്നൊരു ക്ലബ്ബ് നമ്മുടെ ആലായിലുണ്ട്. തണൽ കൂടാതെ തന്നെ അതിൻ്റെ മണി ആയിട്ട് പ്രസിഡൻ്റോ സെക്രട്ടറിയാണ് മണി. നവഭാവന ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ അനേക വർഷങ്ങൾ തണ്ട് ആ സ്കൂളിൻ്റെ തിണ്ണക്കിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. പിന്നെ ജീവിതമാർഗ്ഗം തേടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ കൂട്ടായ്മയിലേക്ക് എല്ലാവരും എത്താനായിട്ട് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. ജോസ് സാറ് പള്ളിയിൽ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പരസ്പരം കണ്ടുമുട്ടുന്ന രംഗമാണ്. മഴയൊന്നും നമ്മുടെ വിശ്വാസ് സാറിന് പ്രശ്നമല്ല. വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും തൂമ്പയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കടുത്ത മഴയാണ്. അത് കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലുറപ്പുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അതിനിടെ പക്ഷേ നമ്മുടെ ഗോപിച്ചേട്ടൻ അവിടെ തൽവാറുമായിട്ട് ഇറങ്ങി ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എക്സ് സർവീസ് ചേട്ടന്മാരോട് കേണപേക്ഷിച്ചു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് കയറി നിൽക്കുകയാണ്. അപ്പോഴിവിടെ കാണുന്നൊരു കാഴ്ച കണ്ടോണേ. നോക്കിയേ, ദൂരെ നിന്ന് ഒരാൾ ജോലി ചെയ്യുന്നുണ്ടോ? ഇതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വിശ്വനാഥൻ സാറാണ്. ഇവരെല്ലാം നേരെ കളിപ്പിച്ചിരിക്കുക. ചുമ്മാതെ പറഞ്ഞ കേട്ടോ.
ഈ നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വ്യത്യസ്തമായി ഒരു ജനകീയ കൂട്ടായ്മ സ്കൂളിൻ്റെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറായിട്ട്